എന്നാൽ ശ്രമം എന്താ? ശ്രമം മുഹമ്മദ് റിയാസിനെതിരെ വേട്ടയാടുന്നു, അല്ലെ വിജയനെ വേട്ടയാടുന്നു, അല്ലെ വേറെ ആരെങ്കിലും വേട്ടയാടുന്നു. കുറച്ചൊരു വേട്ടയാടൽ തന്ത്രം കൊണ്ടുവരാനുള്ള ഒരു അതിദയനീയമായിട്ടുള്ള ഒരു ശ്രമം നടത്തി ഇവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന തലത്തിലുള്ള വേറെ ഒരു നേതാക്കന്മാരും യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. കാരണം അവർക്ക് ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. 3-4 ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ED ഒരു റെയ്ഡ് നടത്തി. 3 മാസങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വാടക വീട് റെയ്ഡ് നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ വീണയുടെ കയ്യക്ഷരത്തിലുള്ള ചില പേരുകൾ അവരുടെ ഡയറിയിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി. ഈ പേരുകളുടെ പിൻപറ്റിയാണ് ED കോഴിക്കോട് 6 പേരുടെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ റെയ്ഡ് നടത്തിയത്. എന്നാൽ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിശദീകരണം EDയുടെ ലക്ഷ്യം PA മുഹമ്മദ് റിയാസ് എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ കോഴിക്കോട് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. അതിൽ പ്രതിപക്ഷ നേതാവും പാർട്ടി സെക്രട്ടറിയും ഒക്കെ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞ പ്രസ്താവനകളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് ഇത് റിയാസിനെതിരെയുള്ള നീക്കം തന്നെയാണ് എന്നുള്ളതാണ്. എന്ത് വില കൊടുത്തും പാർട്ടി പ്രതിരോധിക്കും എന്നുള്ളതാണ്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി. ഇത്തരത്തിലുള്ള ഒരു വിശദീകരണം കൂടി നൽകുമ്പോൾ അത് എങ്ങനെയാണ് ജനങ്ങളും പാർട്ടി അണികളും നോക്കിക്കാണുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അന്വേഷണം മുഹമ്മദ് റിയാസിലേക്ക് കേന്ദ്രീകരിക്കാൻ പോകുന്നു, ഈ അന്വേഷണം പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിക്കാൻ പോകുന്നു, ഈ അന്വേഷണം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെമ്പറായിട്ടുള്ള നിഖിലിലേക്ക് കേന്ദ്രീകരിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെയൊക്കെ ഞങ്ങൾ പ്രതിരോധിക്കും. ഇതാണ് CPM ഇപ്പം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വാദം. ഈ വാദം വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ കോഴിക്കോട് മുതലക്കുളത്ത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടുന്ന ഒരു യോഗം നടത്തി. ആ യോഗം തന്നെ ഒരു നനഞ്ഞ പടക്കമായി പോയി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് മിനിമം ഒരു 3000 പേരെങ്കിലും പങ്കെടുത്താൽ മാത്രമേ മുതലക്കുളത്ത് നിറച്ച് ആളുണ്ടെന്നുള്ളൊരു തോന്നൽ വരുള്ളൂ. പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഒരു 10,500 കഷ്ടിച്ച ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 30-40 പേരും പ്രസംഗം തീരുന്നതിന് മുമ്പേ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഇതാണ്. അപ്പോൾ ആ യോഗം തന്നെ പൊളിഞ്ഞു. അപ്പോൾ ആ യോഗത്തിൽ അവർ പറയാൻ ശ്രമിച്ച കാര്യം ഇതാണ്: മുഹമ്മദ് റിയാസിനെതിരെ, പിണറായി വിജയനെതിരെ, നിഖിലിനെതിരെ. ഇത് ശുദ്ധ അസംബന്ധമാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇന്നീ നിമിഷം വരെ ഇത് ഇവർക്കെതിരായിട്ടാണ് എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞിട്ടില്ല. ഇത് റിയാസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ അന്വേഷണം, അല്ലെ പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ അന്വേഷണം, നിഖിലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എന്നൊന്നും ED ഇതുവരെ പറഞ്ഞിട്ടില്ല. EDക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ED എന്താണ് ചെയ്തത്? ED കോടതിയുടെ കൂടി അംഗീകാരത്തോടു കൂടി 27-ാം തീയതി മെയ് 27-ാം തീയതി വിജയൻ്റെ വാടക വീട്ടിൽ റെയ്ഡ് നടത്തി. ആ റെയ്ഡ് നടത്തിയത് വിജയനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ അന്ന് റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയ വിജയൻ്റെ മകൾ വീണയുടെ കൈയക്ഷരത്തിലുള്ള രേഖകളിൽ ആരുടെയൊക്കെ പേരുണ്ടായിരുന്നോ ആ പേരുണ്ടായിരുന്നവരുടെ വീട്ടിലാണ് ഇപ്പം മെയ് 27-ാം തീയതി നടത്തിയിട്ടുള്ള റെയ്ഡ് ശരിക്കും മുഹമ്മദ് റിയാസിനെതിരായിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു യുക്തിയുണ്ട്. കാരണം എന്താ, മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലൊന്ന് റെയ്ഡ് നടന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഇന്ന് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലൊന്നും റെയ്ഡേ നടന്നിട്ടില്ല. മുഹമ്മദ് റിയാസിനുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഈ റെയ്ഡിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. നാളെ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത തള്ളാനും പറ്റില്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ വിജയൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ കൈപ്പടയിൽ കിട്ടിയ രേഖകളിൽ ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടോ അവരുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ ആയിട്ടാണ് റെയ്ഡ് നടന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ റെയ്ഡ് നടത്തിയത്?
വീണ വിജയൻ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് അവരുടെ കൈയക്ഷരത്തിൽ തന്നെയുള്ള രേഖകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആ അന്വേഷണം നടത്തിയത്. അതെ, മനസ്സിലായി. അപ്പോൾ അതിനകത്ത് അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നെ മുഹമ്മദ് റിയാസിൻ്റെ പേരേ അവർ പറയുന്നില്ല. എന്നാൽ ശ്രമം എന്താ? ശ്രമം മുഹമ്മദ് റിയാസിനെതിരെ വേട്ടയാടുന്നു, അല്ലെ വിജയനെ വേട്ടയാടുന്നു, അല്ലെ വേറെ ആരെങ്കിലും വേട്ടയാടുന്നു, കുറച്ചൊരു വേട്ടയാടൽ തന്ത്രം കൊണ്ടുവരാനുള്ള ഒരു അതിദയനീയമായിട്ടുള്ള ഒരു ശ്രമം നടത്തി ഇവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നാളെ ചിലപ്പം മുഹമ്മദ് റിയാസിലേക്ക് പോയെന്നിരിക്കും, നാളെ ചിലപ്പോൾ വിജയനിലേക്ക് പോയെന്നിരിക്കും. അതിലെന്താണ് തെറ്റ്? കാരണം ഈ പണമിടപാടിൽ മുഹമ്മദ് റിയാസ് പങ്കാളിയാണ് എന്ന് ഇഡിക്ക് രേഖകളും തെളിവുകളും കിട്ടിക്കഴിഞ്ഞാൽ അവർ അതിലേക്ക് പോകും. അതെ, അതിൽ ആരും തെറ്റൂല. പക്ഷേ ഇവിടെ നടത്തിയിരിക്കുന്ന ശ്രമം എന്താണ്? ഇവിടെ നടത്തിയിരിക്കുന്ന ശ്രമം പാർട്ടി നേതാക്കന്മാരെ വേട്ടയാടാൻ വേണ്ടി. ഇത് എത്ര പാർട്ടി അണികളെ ഇവർക്ക് വിശ്വസിപ്പിക്കാൻ കഴിയും? ഇവർ യഥാർത്ഥത്തിൽ അവിടെ പിന്നെ ഒരു വിശദീകരണ യോഗം നടത്തുമ്പം ഇവരെന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ഇവർ ചെയ്യേണ്ടിയിരുന്നത് ഈ കണ്ട തെളിവുകളെല്ലാം തെറ്റാണ്. ഈ കണ്ട തെളിവുകളിൽ പറഞ്ഞ ഒരു കാര്യത്തിലും സത്യത്തിൻ്റെ കണിക പോലുമില്ല. അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ പ്രതിരോധിക്കും. ഞങ്ങൾ ഇതിനെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ പോരാടും. കാരണം ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു നേതാവും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും നടത്തിയിട്ടില്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ ഇന്നലെ എം പി ഗോവിന്ദൻ്റെ ശരീരഭാഷയും മുഖഭാവവും ഒക്കെ കണ്ടു കാണും. കാരണം എപ്പോഴും ഒരു ജാള്യതയാണെങ്കിലും ഒരു വിട്ടിത്തം നിറഞ്ഞ ഒരു ചിരിയും മണ്ടത്തരവും ഒക്കെ പറയുമായിരുന്നെങ്കിലും ഇന്നലെ തീർത്തും ചത്ത ഒരവസ്ഥയിലായിരുന്നു എം പി ഗോവിന്ദൻ. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ കാര്യം. അല്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അയാൾ അതിനകത്ത് പറയുന്നത് പിന്നെ പത്രക്കുറിപ്പിറക്കിയത് അസാധാരണം. അയാൾക്ക് തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ടാണ്. അയാൾക്ക് എന്തെങ്കിലും തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ അയാൾ enforcementdirectorate.in എന്നോ മറ്റാണെന്നാണ് തോന്നുന്നത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റ്. ആ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റിൽ കയറി അതിൻ്റെ പ്രസ് റിലീസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്കുണ്ട്. ആ ലിങ്കിൽ നോക്കിയാൽ ഇന്ത്യ ഒട്ടാകെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളിൽ എന്തൊക്കെ തെളിവുകൾ വിവരങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം ആ പത്രക്കുറിപ്പുകളിൽ ഇന്ത്യ ഒട്ടാകെ ഉള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഇത് അയാൾ പറയില്ല. കാരണം പക്ഷേ അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരു ബോധവും ഇല്ലല്ലോ. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് എഴുതി കൊടുക്കുന്നത് വന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അയാൾ പറയുകയാണ് അത് അത്യസാധാരണമാണ്, അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. ഞാൻ പറഞ്ഞ അത്യസാധാരണമായി സംഭവിച്ചാൽ തന്നെ എന്താ? അടിസ്ഥാനപരമായി ഇയാൾ എന്താ പറയേണ്ടത്? ഇയാൾ പറയേണ്ടത് ഇതെല്ലാം തെറ്റാണ്. എന്നിട്ട് അയാൾ പറയുകയാണ് വിജയൻ വന്ന് പത്രസമ്മേളനത്തിൽ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞില്ലേ? ഇവിടെ കൈകൾ ശുദ്ധമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ വിശ്വസിക്കുന്ന കാലമൊക്കെ എന്നേ പോയത്. അതെന്തുകൊണ്ടാണ്? അത് ആളുകൾ പിണറായി വിജയനെയും മകളെയും ഈ പാർട്ടിയൊന്നും വിശ്വസിക്കാത്തതെന്ന് പറഞ്ഞാൽ ഇവർക്കെതിരായി തെളിവുകളുടെ ഒരു ഘോഷയാത്രയാണ് വരുന്നത്. വെറുതെ ആരോപണങ്ങൾ മാത്രമല്ല, തെളിവുകളുടെ ഘോഷയാത്രയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഇവരെ വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ പരിപൂർണമായും അപകടത്തിലായിരിക്കുന്നു. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പം ഇന്നലെ കോഴിക്കോട് നടന്ന സമ്മേളനം, വിശദീകരണ യോഗം. ആ വിശദീകരണ യോഗത്തിൽ പിണറായി വിജയൻ, MB ഗോവിന്ദൻ, മുഹമ്മദ് റിയാസ്, പിന്നെ അവിടെയുള്ള കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, ഇതുപോലെയുള്ള ചില ആളുകൾ വന്നതൊഴിച്ചാൽ CPMൻ്റെ സംസ്ഥാന നേതൃത്വത്തിലെ ആരെങ്കിലും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, പങ്കെടുത്തിട്ടില്ല. അത് വളരെ നിർണായകമല്ലേ? CPM കോഴിക്കോട് വരെ എത്ര നേതാക്കന്മാർ, ഇളമരം കരീം ഇതുപോലെയൊക്കെ എത്രയോ നേതാക്കന്മാരുണ്ട്. അവരാരും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. സംസ്ഥാന തലത്തിലുള്ള വേറെ ഒരു നേതാക്കന്മാരും യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. കാരണം അവർക്ക് ആർക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് മുങ്ങിച്ചാവാൻ പോകുന്ന സമയത്തുള്ളൊരു നിലവിളിയായിട്ട് മാത്രം നമ്മളിതിനെ കണ്ടാൽ മതി. പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് എന്നത് അവർക്ക് തന്നെ ബോധ്യമായിരിക്കുന്നു എന്നതിൻ്റെ
ജാള്യതയാണ് ഈ ഗോവിന്ദൻ്റെ മുഖഭാവത്തിലും ശരീരഭാഷയിലും കൂടി നമുക്ക് കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നലെ പഴയതുപോലെയല്ല, എം വി ഗോവിന്ദൻ്റെ ശരീരഭാഷയും മുഖഭാവവും ഒക്കെ നമ്മൾ മുമ്പ് കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതിൽ നിന്ന് തന്നെ ഈ പറയുന്ന പോലെ കോഴിക്കോടും പല ഉന്നതരായ നേതാക്കളുണ്ട്. അവരാരും തന്നെ ആ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. പക്ഷെ ഇന്നലെ അത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ യോഗം സംഘടിപ്പിക്കാതിരുന്നെങ്കിൽ പോലും ഒരു നാണക്കേടിൽ നിന്ന് പാർട്ടിക്കും ഈ പാർട്ടി നേതാക്കൾക്കും ഒഴിവാകാമായിരുന്നു. പക്ഷേ ഈ നാണവും മാനവും മര്യാദയും നാണക്കേടും എന്താണെന്ന് അറിയാത്തവരോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും അന്വേഷണം തന്നിലേക്ക് തന്നെ എത്തുകയാണ് എന്നുള്ള കാര്യത്തിൽ വിജയൻ ഏറെക്കുറെ ഉറപ്പായി. അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെയുള്ള കൈകാലിട്ടടിച്ചുകൊണ്ടുള്ള മരണവെപ്രാളം. വരുന്ന ദിവസങ്ങളിൽ ഇ ഡിയുടെ ഓരോ നീക്കങ്ങളും വളരെ നിർണായകമായിരിക്കും എന്നാണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്.